ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. സ്വർഗവും സ്വർഗത്തിലെ സൈന്യവും ഭൂമിയിലേക്ക് അത്യധികം ഭയഭക്തിയോടെ നോക്കുന്ന സമയം. അവരുടെ സ്വർഗത്തിൻ്റെ നാഥൻ, സ്വർഗത്തിൻ്റെ ഉടയവൻ ഭൂമിയിൽ ഒരു ശിശുവായി ഒരു തൊഴുത്തിൽ വൈക്കോലും പുല്ലുകൊണ്ടും ഉണ്ടാക്കിയ ഒരു താൽക്കാലിക മെത്തയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്നത് കാണുന്ന ആ ശിശുവായി ജനിച്ചവൻ്റെ സൈന്യം. ആ സന്തോഷവാർത്ത മാലോകരോട് അറിയിക്കുവാൻ ആ തൊഴുത്തിലേക്ക് തങ്ങളുടെ സ്വർഗത്തിൻ്റെ രാജകുമാരനെ കാണുവാൻ ആ അർദ്ധരാത്രിയിൽ ആരെ അയക്കും എന്ന് നോക്കുന്ന ദൂതനും സ്വർഗീയ സൈന്യവ്യൂഹവും. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ച ആരുണ്ട് തങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുവാൻ, തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ എന്ന് നോക്കുന്ന ആ ദൂതഗണത്തിന് വയലുകളിൽ തങ്ങളുടെ ആടുകളെ രാത്രിയാമങ്ങളിൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരെ അവർ കണ്ടെത്തുകയാണ്. ഇന്നും സ്വർഗം തുറന്ന് ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ ദൂത്, പ്രധാന ദൂതനും സ്വർഗീയ സംഘവും ഭൂമിയിൽ ദൈവകൃപയിലായിരിക്കുന്ന നാം ഓരോരുത്തരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ആ ദൂതർ നൽകുന്ന സ്വർഗീയ സമാധാനം കേൾക്കുവാൻ, ആ സമാധാനം, ആ സ്വർഗത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ, നമ്മൾ അനുഭവിക്കുന്ന സ്വർഗീയ സമാധാനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, അങ്ങനെ പ്രയാസങ്ങളുടെയും പലവിധ പ്രശ്നങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിലും ക്രിസ്തു നൽകുന്ന സന്തോഷം, സ്വർഗം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സമാധാനം അനുഭവിക്കുവാനുള്ള യോഗ്യത നേടുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എന്താണ് ആ യോഗ്യത? ദൈവപ്രസാദമുള്ള മനുഷ്യനായി ജീവിക്കുക എന്ന യോഗ്യത. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും അവൻ്റെ കൃപ സ്വീകരിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തർക്കും അനുഭവിക്കാവുന്ന യഥാർത്ഥ സമാധാനം പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ കുഞ്ഞിലൂടെ, യേശുവിലൂടെ അനുഭവിക്കുവാനുള്ള യോഗ്യത. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ജീവിതമാണോ നമ്മുടേത്? അവൻ്റെ കൃപ സ്വീകരിക്കുവാനുള്ള വിശുദ്ധിയുള്ള ഹൃദയമാണോ നമ്മുടെ കൈവശമുള്ള ഹൃദയം? നാം തന്നെ ഭരിക്കുന്ന നമ്മുടെ ഹൃദയം? അതെ, നമ്മുടെ പാപവും ഭയവും ദൈവാരാധനയിലുള്ള നമ്മുടെ വിരക്തിയും മൂലം നാം അറിയാതെ തന്നെ നാം സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നുള്ള അകലം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞായ യേശുവിലൂടെ പുനഃസ്ഥാപിക്കുവാൻ, ദൈവപ്രസാദമുള്ള മനുഷ്യനായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.